ഇന്നിവിടെ പറയാൻ പോകുന്നത് വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ്. മാന്യ സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന ആശയം കേരളത്തിൽ പ്രചരിപ്പിച്ച സാംസ്കാരിക നേതാവായിരുന്നു PM മണിക്കർ. മലയാളിയെ അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൈപിടിക്കുകയും അത് ലഭ്യമാക്കി കേരള ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് അടിസ്ഥാനവും ഇട്ട അദ്ദേഹത്തിൻ്റെ ചരമദിനമാണ് നാം ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. അതുമാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ജൂൺ 19 മുതൽ 25 വരെ വായനാവാരവുമായും ആചരിച്ചു വരുന്നു. ശരീരത്തിന് വ്യായാമം പോലെ മനസ്സിന് ആരോഗ്യം നൽകുന്ന ഒന്നാണ് വായന. നല്ല വായന നമുക്ക് നല്ല അനുഭവങ്ങൾ നൽകുന്നു. അവ ചിന്തകളെ പ്രകാശിപ്പിക്കുന്നു. വായനയിലൂടെ നല്ല അറിവും അക്ഷരജ്ഞാനവും ലഭിക്കുന്നു. കരുണാദയ, സഹിഷ്ണുത പോലെയുള്ള മാനുഷിക ഗുണങ്ങൾ വർദ്ധിക്കാനും വായന കാരണമാകുന്നു. പഠനകാര്യങ്ങളിലും ജോലികളിലും ഏകാഗ്രത ലഭിക്കാൻ വായനയിലൂടെ കഴിയുന്നു. 1909 ആലപ്പുഴ ജില്ലയിലെ നീലംപോരിൽ ഗോവിന്ദ പിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായിട്ടാണ് പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചത്. അദ്ദേഹം ഒരു LP സ്കൂളിലെ അധ്യാപകനായിരുന്നു. PM മണിക്കർ പുസ്തക വായനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്ന വ്യക്തിയായിരുന്നു. 1926 അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. 1909 മുതലാണ് നാം വായനാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിലെ വായനാ ദിനമായി ജൂൺ 19 ഇന്ത്യയിലെ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. വായനാ സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വായനാ ദിനാചരണം വെറും പ്രഹസനം മാത്രമായി തീരും. വായനയെ പ്രോത്സാഹിപ്പിക്കുകയും വായനയുടെ സ്വർഗ്ഗലോകത്തേക്ക് കൈപിടിക്കുകയും ചെയ്ത PM മണിക്കരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.